നിലനിൽപ്പിനു വേണ്ടി, അവരുടെ തൽക്കാലത്തെ സുഖങ്ങൾക്ക് വേണ്ടി, ഈ പറഞ്ഞ കാറോട്ടങ്ങൾക്കും ഒരു പോലീസുകാരനെ മുന്നിലും പുറകിലും നിർത്തി ഓടുന്നതിൻ്റെ ആ രസത്തിന് വേണ്ടിയും ശേഖരിക്കുന്ന ഫണ്ടുകൾക്ക് വേണ്ടിയും ഈ അധികാരം നടപ്പിലാക്കി കുറേ പേരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയും ഒക്കെയാണോ ജനാധിപത്യം എന്ന ഈ 3.25 കോടി ആളുകളെ ബാധിക്കുന്ന ഈ സംവിധാനം നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന ചോദ്യം ന്യായമായിട്ടും ഒരു പൗരന് ചോദിക്കാവുന്നതാണ്. എന്താണ് ഇതിൻ്റെ യുക്തി, എന്താണ് ഇതിൻ്റെ ലോജിക്? അതിനപ്പുറത്ത് മാധ്യമങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ TV ചാനലുകളിലെ വിചാരണ, TV ചാനലുകളിലെ അവതാരികമാരും അവതാരകന്മാരുമാണ് പബ്ലിക് ഇഷ്യൂസ് വിചാരണ ചെയ്യുന്നത്. അപ്പോൾ ആ വിചാരണയ്ക്ക് പോയി ഇരുന്ന് കൊടുക്കുന്ന ആളുകളോട് എനിക്ക് പുച്ഛമാണ്. കാരണം ഈ തരത്തിലുള്ള അപഹാസ്യരായ വ്യക്തികൾ അറിഞ്ഞുകൂടാത്ത അജണ്ടകൾ അല്ലെങ്കിൽ സ്വകാര്യ അജണ്ടകൾ വെച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ സത്യമൊഴികെ മറ്റെന്തും സ്വീകാര്യമാണ് എന്ന വ്യക്തതയോടെ ചോദ്യം ചെയ്യുന്നതിന് ഇരുന്ന് കൊടുക്കാൻ നമ്മുടെ ആളുകൾ പോയിരിപ്പുണ്ട്. അപ്പോൾ വിചാരണയാണ് മാധ്യമങ്ങളുടെ ഇന്നത്തെ ഒരു പ്രധാന തൊഴിൽ. അത് TV ചാനലുകളും പത്രങ്ങളും എല്ലാം പരസ്യ വിചാരണ ആദ്യം നടത്തുന്നു. കുറ്റവാളി ആരാണെന്ന് ആദ്യം തീരുമാനിക്കുന്നു. ശിക്ഷ ഒഴികെ ബാക്കിയെല്ലാം തീരുമാനിക്കാൻ അവർക്ക് സാധിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൻ്റെ സെൻട്രൽ അജണ്ടയായിട്ട് മാറുന്നു. ഉദാഹരണമായിട്ട് മത്തായി ചാക്കോ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ എന്ത് അയാൾ മരിച്ചു. ശരി, എങ്ങനെ മരിച്ചു, ഇതിലൂടെ മരിച്ചു, അയാൾ അന്ത്യകൂദാശ സ്വീകരിച്ചു ഇല്ലയോ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു പാർട്ടിയിൽ ധാരാളം പേര് സ്വീകരിച്ചിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡിൻ്റെ പ്രശ്നമാണ്. ഒരു വശത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, മറുവശത്ത് ഞാൻ വിശ്വാസിയാണ്. രഹസ്യമായിട്ട് ഞാൻ വിശ്വാസിയാണ്, പരസ്യമായിട്ട് ഞാൻ ഇതാണ്. അതെല്ലാ പാർട്ടിയിലും എല്ലായിടത്തും. അതിനെ പൊക്കിപ്പിടിച്ചു മരിച്ച മനുഷ്യനെ വെച്ചുകൊണ്ട്, ഇപ്പോൾ MN വിജയൻ മാഷൻ ചെയ്തതിനു ശേഷം മരിച്ച മനുഷ്യനെ വെച്ചുകൊണ്ട് മലയാളികൾ ഈ ശവം തീരി എന്ന് പറയുന്ന ആ സ്വഭാവം മലയാളികൾ വീണ്ടും വീണ്ടും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീർണത എവിടം വരെ ഒന്ന് നീക്കുന്നുള്ളതാണ്. മരിച്ചവനെ പോലും വെറുതെ വിടുന്നില്ല. അവിടെ പുരോഹിതന്മാർ ഉടനെ അതിൻ്റെ രേഖകൾ എടുത്തുകൊണ്ട് വന്ന്, ഇല്ല ഇയാൾ ഇങ്ങനെയായിരുന്നു, ഇയാൾ ഞങ്ങളുടെ പിടിയിലായിരുന്നു, ഇയാളെ ഞങ്ങളാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പുരോഹിതന്മാർ അവകാശപ്പെടുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്തു. ഈ രീതിയിൽ ഇത് ആർക്കെന്ത് ചെയ്തം? 3.25 കോടി മലയാളികൾക്ക് മത്തായി ചാക്കോ മരിച്ചപ്പോൾ അയാൾ അന്ത്യകൂദാശ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെയോ എൻ്റെയോ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിലെ 8 or 10 വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും 12-14 ചാനലുകളിലെയും സെൻട്രൽ ഇഷ്യൂ ആണ് മത്തായി ചാക്കോ മരിച്ചപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത്. സ്ത്രീകളെയും കുട്ടികളെയും, ഇവിടെ ജ്യോതി പറഞ്ഞ പോലെ സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ടെലിവിഷൻ ചെയ്തൊരു നല്ല കാര്യങ്ങളിലൊന്നാണ് ആ സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിക്കുന്നതിൻ്റെ അവിശ്വസനീയമായ, ഒരു മനുഷ്യനും സഹിക്കാൻ വയ്യാത്ത വിഷ്വൽസ് കൊണ്ടുവന്നത്. അത് മലയാളി സംസ്കാരത്തിനെ തന്നെ കുഴിച്ചു മൂടുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ഒരു കുറ്റവാളിയെ, അറസ്റ്റ് ചെയ്ത കുറ്റവാളികളെയൊക്കെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സ്ത്രീകളുടെ പേരിൽ വേറെ കേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ആ കാര്യം ഇതിലും മോശമായിട്ട് സമീപകാലത്ത് കേരളത്തിലുള്ള സംഭവമാണ്. അല്ലാണ്ട് മത്തായി ചാക്കോ മരിച്ചതിനേക്കാളിലൊക്കെ എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. MN വിജയൻ മാഷിൻ്റെ മരണത്തെക്കാളിലും പ്രധാനപ്പെട്ട കാര്യമാണ് ആ 2 സ്ത്രീകളെ വിവസ്ത്രകളാക്കി അവരുടെ കുട്ടികളെ അടിച്ച് ഒരു ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടി മലയാളികൾ പെരുമാറിയത്. അപ്പോൾ നമ്മൾ ബീഹാറിലെ ആളുകൾ കുറ്റവാളികളെ അടിച്ചു കൊണ്ടുമ്പോൾ ഇവിടുത്തെ പത്രങ്ങൾ കണ്ണീർ പൊഴിച്ചു, വലിയ തോതിൽ കണ്ണീർ പൊഴിച്ചു. പക്ഷേ ഇവിടെ അതെല്ലാം ഒരു പോയിന്റിൽ വെച്ച് നമ്മളതെല്ലാം കവർ ചെയ്തു. MN വിജയൻ മാഷിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിനാണെങ്കിൽ മരിക്കാൻ പോലും അവകാശമില്ല. കാരണം അതെങ്ങനെയായിരുന്നു മരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ ചർച്ചകൾ. അങ്ങനെ മരിക്കണമായിരുന്നു, മറ്റിടത്ത് മരിക്കണമായിരുന്നു, ഇന്നല്ല മരിക്കേണ്ടിയിരുന്ന് നാളെ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അഴീക്കോട് മാഷാണ് തീരുമാനിക്കേണ്ടത് MN വിജയൻ എന്ന് മരിക്കണമായിരുന്നു എന്നുള്ളത്. എപ്പം മരിക്കണമായിരുന്നു, എന്തായിരുന്നു. നെൽപ്പാടങ്ങൾ നികത്തുന്നത് തടയാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നെൽകൃഷി സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ
എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് തിരുത്താൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഇത്രയും അധികം ഒരു മലയാളികളുടെ സമൂഹവും ഭരണ സംവിധാനവും തകർന്ന ഒരു ദുരന്ത നിമിഷം നമ്മളിതുവരെ നമ്മൾ വിമോചന സമരത്തിന് ശേഷം, ഒരുപക്ഷെ വിമോചന സമരമായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഇതുപോലെയുള്ള ഒരു കുളം, അഗാധമായ എങ്ങും ചെന്നെത്താത്ത ഒരു കുളം. ആ കുളത്തിൽ നിന്ന് പുറത്തിയാടിയതിനു ശേഷം ഇന്ന് നമ്മൾ ഇതുപോലത്തെ തകർച്ചയെ അഭിമുഖീകരിക്കുക. ജനങ്ങൾക്ക് തിരുത്താൻ കഴിയുക എന്ന് പറയുന്നത് അടുത്ത തവണ വോട്ട് ചെയ്യുമ്പോൾ ഇവരെ മാറ്റുക എന്നുള്ളതാണ്. ആരിലേക്കാണ് മാറ്റുന്നത്, എങ്ങോട്ടാണ് മാറ്റുന്നത്, ഇവരെ മാറ്റുമോ എന്നുള്ളതിന് യാതൊരു കാരണം. ഈ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കുന്ന കാണുക എന്നൊക്കെ ഉള്ളത് എന്തൊരു സുഖമുള്ള കാഴ്ചയാണ്. ഇത് ഇത്രയും രസം ഈ JCB പോയി ഇങ്ങനെ അടിച്ച് നല്ല കെട്ടിടങ്ങളൊക്കെ തകർക്കുന്ന കാണുന്നതിൻ്റെ ഒരു. അപ്പോൾ ആ ഓരോ JCBയുടെ അടിക്കും 1000 വോട്ട് വെച്ച് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത തവണ CPM തോക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. കാരണം അത്രയ്ക്കും സുഖകരമായ നെഗറ്റിവിറ്റിയാണ് നമ്മളുടെ ഒരു അടിസ്ഥാന നശീകരണം, തകർക്കുക എന്നുള്ളത്. പക്ഷേ അഥവാ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ച് നാളെ CPM അല്ലെങ്കിൽ ഈ LDFന് പകരം UDF വന്നാലും ഇത് ചെകുത്താനും കടലിനും ഇടയ്ക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ചു പോയി. ഒരു ഏകാധിപതി വന്ന് നമ്മളെ ഇവിടെ ഒന്ന് ഭരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ കടലിലെ ചെകുത്താന്മാരെയും കരക്കിലെ ചെകുത്താന്മാരും തമ്മിൽ ഈ രണ്ടും തമ്മിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ വോട്ട് ചെയ്ത് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്കിതിനെ തിരുത്താൻ പറ്റും? ഇതിൻ്റെ ഈ ഒരു തിരുത്ത് മലയാളികൾ സ്വയം ചെയ്തു. ആ ചെയ്തത് ആണ് നിങ്ങളെപ്പോലെയുള്ളവർ, ഇവിടെ ഇരിക്കുന്ന ഞാൻ. പ്രവാസി എന്ന വാക്ക് വളരെ മടിച്ചും കഴിയുമെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നവനുമാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു ഇക്കണോമിക് അസൈലം സീക്കർ എന്ന് ഞാൻ വിളിക്കുന്നതാണ്. സാമ്പത്തിക അഭയാർത്ഥി. നിങ്ങളെപ്പോലെ എത്രയോ ലക്ഷക്കണക്കിന് ഓൾമോസ്റ്റ് ഒരു 1.25 കോടിയോളം മലയാളികൾ കേരളത്തിന് പുറത്തുണ്ട്. ഇക്കണോമിക് അസൈലം സീക്കേഴ്സ്. ഈ സാമ്പത്തിക അഭയാർത്ഥികളാണ്, ഇതിലൂടെയാണ് കേരളം മലയാളി രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുകൊണ്ട് ഒരു തിരുത്ത് നടത്തിയത്. ഇവിടെ രക്ഷയില്ല, ഇവിടെ നിന്നാൽ ഞാൻ രക്ഷപ്പെടില്ല, എൻ്റെ മക്കൾ രക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് മലയാളി മക്കളെ മലയാളം മാറ്റിവെച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഒരു എക്സ്പോർട്ട് പ്രൊഡക്റ്റായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പത്തിൽ തൊട്ടായി എൻ്റെ ഉരുളികുന്നം പോലെയുള്ള നാട്ടിൽ കോരിച്ചൊരിയുന്ന മഴ, ആണ്ടിൽ 8 മാസം മഴയാണ് ഉരുളികുന്നത്. അവിടെ ഷൂസ് ഇട്ട് ടൈയും കെട്ടി സോക്സ് ഇട്ട് പിള്ളേർ സ്കൂളിൽ പോകുന്നു. 2ാം ക്ലാസ് 3ാം ക്ലാസ് തൊട്ട്. കാരണം ഇവനെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു 18 വയസ്സ് കഴിയുമ്പോൾ ഇവനെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ഇക്കണോമിക് അസൈലം സീക്കിങ്ങിൽ കൂടെയാണ് ഫ്ലൈറ്റ്. പക്ഷെ ഇതെന്ത് സംഭവിപ്പിച്ചു? ഈ തരത്തിൽ ഒരു പക്ഷേ ഇത് ഫ്ലൈറ്റ് ഓഫ് ടാലൻ്റ് എന്ന് പറയുന്നതാണ് സംഭവിച്ചത്. കേരളത്തിലെ ഏറ്റവും മികച്ച മനസ്സുകൾ, കേരളത്തിന് ഏറ്റവും അധികം കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയിലും ക്രിയേറ്റിവിറ്റിയിലും എല്ലാം സംഭാവന ചെയ്യേണ്ടിയിരുന്ന യുവതലമുറ പൂർണ്ണമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കേരളത്തിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളാണ് അവരെ ഉപയോഗിക്കുന്നത്, മറ്റ് രാജ്യങ്ങളാണ് അവരെ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ അവസാനം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വാലുകളായി പിടിച്ചു തൂങ്ങുന്ന കുറേ മീഡിയോക്രാറ്റ്സ്, അവിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വീകരിച്ച് അവിടുത്തെ അഴിമതിയിലും കൈക്കൂലിയിലും പങ്കെടുക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ. ഈ തരത്തിലുള്ള ഒരു മീഡിയോക്രിറ്റിയുടെ ഒരു കേന്ദ്രമായി കേരളം ഈ ഫ്ലൈറ്റ് ഓഫ് ടാലന്റ് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഒരു സിമെട്രി, ഒരു ശവപ്പറമ്പായി മാറുകയാണ്. ഇത് അതിവേഗം സംഭവിക്കും. ഇത് അടുത്ത ഇപ്പോൾ പോകുന്ന തകർച്ചയുടെ ലെവൽ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന